കഴിഞ്ഞ ദിവസം ഞങ്ങൾ വാഗമണ്ണിലുള്ള മാസ്കോ എന്നുള്ള ഒരു ടീ ഫാക്ടറിയിൽ പോയി. അവിടെ പോയപ്പോൾ ഞങ്ങൾ ടീ ഫാക്ടറിയിൽ എങ്ങനെയാണ് തേയില ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് കണ്ടു. തേയില ഉൽപ്പാദിപ്പിക്കുന്ന വിവിധ ഘട്ടങ്ങൾ നമുക്കെങ്ങനെയാണെന്ന് ഒന്ന് കണ്ടു നോക്കാം. വളരെ സിമ്പിളാണ്, എങ്കിലും കണ്ടു നിൽക്കാൻ വളരെ കൗതുകകരമായി തോന്നി. ആദ്യം തന്നെ ടീ ഫാക്ടറിയിൽ തേയിലകളൊക്കെ നുള്ളിയെടുത്ത് കഴിഞ്ഞാൽ അതൊക്കെ ഇതുപോലെ അടുക്കി ഇങ്ങനെ ഇടും. ഇങ്ങനെ ഏകദേശം ഒരു 8 മണിക്കൂർ സമയത്തേക്ക് ഈ തേയിലകൾ ഇങ്ങനെ ഇതേപോലെ ഇട്ട് വെക്കും. അതിനുശേഷം ഈ തേയിലകൾ ഈ കാണുന്നില്ലേ ഈ കണ്ടെയ്നറുകൾ, ഇതുപോലെ ഇങ്ങനെ തേയിലകൾ അവിടുന്ന് ഈ 8 മണിക്കൂർ ഇട്ട തേയിലകൾ എടുത്തിട്ട് ഇങ്ങനെ കളക്ട് ചെയ്യും. അത് നേരെ ഇവിടെയാണ് ചെന്നെത്തുന്നത്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഈ ഞെട്ടുകൾ പോലത്തെ ഈ ചെറിയ തണ്ടുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവർ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്യും. ബാക്കിയുള്ള തേയിലകളാണ് ഇങ്ങോട്ട് പോകുന്നത്. ഇവിടെ ഇതാണ് ഈ കളക്ട് ചെയ്യുന്ന തണ്ടുകൾ. ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിൽ നിന്നുള്ള എല്ലാ വേസ്റ്റുകളും ഇതുപോലെ കളയും. എന്നിട്ട് അതിൻ്റെ എൻഡിലെത്തുമ്പോൾ കുറച്ച് തേയില അതിൻ്റെ കൂടെ വിതറി കൊടുക്കും. അത് മിക്സായി പോവാതിരിക്കാനാണെന്നാണ് അവർ പറഞ്ഞത്. അതിനുശേഷം ഈ തേയിലകൾ നേരെ ഗ്രൈൻഡ് ചെയ്യാനായിട്ട് പോകും. നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ 5 സ്റ്റേജുകൾ നമുക്ക് കാണാൻ കഴിയും. ഓരോ സ്റ്റേജിലെത്തുമ്പോഴും തേയില നന്നായിട്ട് അരച്ചെടുക്കും. ഒരു ആദ്യത്തെ സ്റ്റേജിനേക്കാളും കൂടുതൽ അരഞ്ഞിട്ടായിരിക്കും അടുത്ത സ്റ്റേജിൽ. അവസാനം തേയിലകൾ ഈ 5 സ്റ്റേജുകൾക്ക് ശേഷം താഴെ വന്ന് വീഴുന്നതാണിത്. ഇവിടുന്ന് നേരെ അത് മുകളിലേക്ക് ഇങ്ങനെ പോയിട്ട് ഇതിലുള്ള വാട്ടർ കണ്ടൻ്റ് ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് കളയാനായിട്ട് ഈ വലിയ ടർബൈനുകളിലേക്ക് കടത്തിവിടും. അപ്പോൾ വാട്ടറൊക്കെ ഇവാപ്പറേറ്റ് ചെയ്ത് പോയിട്ട് ഈ ടർബൈനുകളുടെ ഉള്ളിലൂടെ ആ തേയിലകൾ പുറത്തേക്ക് വരുന്നത് നമുക്ക് കാണാം. ഇങ്ങനെ പുറത്തേക്ക് എത്തിയ ഈ തേയിലകൾ പിന്നെ നേരെ ഇതുപോലെ പോയിട്ട് ഇവിടെ ചെന്ന് വീഴും. പിന്നെ ഇതിലിങ്ങനെ ഒരു ചൂടുള്ള തീയുടെ കാറ്റ് ഇങ്ങനെ കടത്തിവിടും. അപ്പോഴത്തേക്ക് ഈ തേയിലയുടെ അടിയിൽ കൂടെ ചൂടുള്ള കാറ്റ് കടന്നു പോകുമ്പോഴത്തേക്ക് ഈ തേയിലയിലുള്ള എല്ലാ വേസ്റ്റുകളും ഇതുപോലെ പുറന്തള്ളും ചൂടുകാറ്റ് പോകുമ്പോൾ. ബാക്കിയുള്ള ശുദ്ധമായിട്ടുള്ള തേയിലകളാണ് ഇതുപോലെ കണ്ടെയ്നറിലൂടെ കടത്തിവിടുന്നത്. അവസാനം ഇത് ഇവിടെ വന്ന് വീഴും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതിൽ 2 ട്രേ കാണുന്നില്ലേ? ആദ്യം കാണുന്നത് പൊടിച്ചായയാണ്, മറ്റേത് സാധാരണ ചായയാണ്. ഇത് തേയിലയുടെ ഗുണനിലവാരം അനുസരിച്ച് ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെ അവസാനം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവർ പാക്കറ്റുകളിൽ പാക്ക് ചെയ്യും.